താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമദൃഷ്ട്യാ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. ഒന്ന്, ബൂർഷ്വാസികളും തക്കം പാർത്തിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നമുക്ക് പ്രതികൂലമായി ഭവിച്ചത്. അതാണ് പ്രശ്നം. മനസ്സിലായില്ല. അതായത് വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താസരണികളും റാഡിക്കലായിട്ടുള്ള ഒരു മാറ്റമല്ല. ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത്? ലളിതമായിട്ടൊക്കെ പറഞ്ഞാൽ എന്താ? ഈ പ്രതിക്രിയാവാദകവും കൊളോണിയലിസവും എന്നൊക്കെ പറഞ്ഞ് വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിനാ. ഉത്തമം ഉണ്ടാതിരിക്കും. സ്റ്റഡി ക്ലാസ്സിലൊന്നും കൃത്യമായി വരാത്തതുകൊണ്ടാണ് നിനക്കൊന്നും മനസ്സിലാവാത്തത്. കോട്ടപ്പള്ളിക്ക് മനസ്സിലായോ? എങ്കിലും ഒന്ന് പറഞ്ഞു തന്നാട്ടെ, നമ്മൾ എന്തുകൊണ്ട് തോറ്റു? കുമാരപിള്ള സാറ് നമ്മുടെ താത്വിക ആചാര്യനാണ്. തൽക്കാലം അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടാ മതി. എടോ ഉത്തമ, ഉൾപാർട്ടി ജനാധിപത്യം അനുവദിച്ചിട്ടുണ്ട്, ശരിയാ. നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ദിനേശ് വേടി വലിക്കുന്നതും അതുകൊണ്ടാണ്. എന്ന് വെച്ച് പാർട്ടിയിലെ ബുദ്ധിജീവികളെ ചോദ്യം ചെയ്യരുത്. മനസ്സിലായോ? ഒരു കാര്യം ഞാൻ പറയട്ടെ. പറയൂ. നമ്മുടെ പാർട്ടിക്ക് അടിത്തറയില്ല. പണ്ടൊക്കെ നമ്മുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ നാട്ടിൽ ആരെങ്കിലും മരിച്ചാൽ അവിടെ ഓടിയെത്തി വിറക് വെട്ടിക്കൊടുക്കും, കുഴി വെട്ടിക്കൊടുക്കും. ഒരു വീട്ടിൽ ഒരു കല്യാണം വന്നാലും ആദ്യാവസാനം നമ്മളവിടെ ഉണ്ടാവും. ഡോക്ടറെ വിളിക്കാനും രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാനും മുൻപന്തിയിൽ കാണും. ഇപ്പോഴതൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് RDPക്ക് അടിത്തറ ഇല്ലെന്ന്. നിങ്ങളോട് അവിടെ ഇരിക്കാനാ പറഞ്ഞത്. അച്ചടക്കമില്ലാതെ പെരുമാറിയാൽ അറിയാലോ, ഞങ്ങളത് പഠിപ്പിക്കും. ക്രിയാത്മകമായ ഈ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു കാര്യം ഞാൻ പറയാം. ഒന്ന്, INSP, അതായത് നമ്മുടെ പ്രധാന എതിരാളി. അവരിൽ ചില കൊള്ളാമെന്ന ചെറുപ്പക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. ആളുകൾക്ക് അവരോട് വലിയ മതിപ്പാ. ആ മതിപ്പ് പൊളിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. വളരെ കറക്റ്റ്. ഏതെങ്കിലും രീതിയിൽ വല്ല പെണ്ണുകേസിലോ ഗർഭക്കേസിലോ അവരെ പെടുത്തി നാറ്റിക്കുകയാണ് ചെയ്യുന്നത്. ജനങ്ങൾ അവരെ കാർക്കിച്ചു തുപ്പുന്ന ഒരു പരിതസ്ഥിതിയിൽ എത്തിച്ചാൽ നമ്മൾ ജയിച്ചു. 6 മാസത്തിനുള്ളിൽ നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാം. പരിപ്പോടെ എവിടെയോ? ഇന്ന് പരിപ്പോടെ ഉണ്ടാക്കില്ല സാർ. പരിപ്പോടെ ഉണ്ടാക്കിയില്ലേ? പരിപ്പോടെ ചായയും ബീഡിയുമാണ് ഞങ്ങളുടെ പാർട്ടിയുടെ പ്രധാന ഭക്ഷണം. തനിക്ക് അറിഞ്ഞൂടെ? എടുക്ക പോയി പരിപ്പോടെ ഉണ്ടാക്കി കൊണ്ടുവരാ. പാർട്ടി പറയുന്ന ആദ്യം അനുസരിക്കാം എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് അബദ്ധങ്ങളെ പറ്റി ചൂണ്ടിക്കാണിക്കേണ്ടവരാണ്. അതിനല്ലേ നേതാക്കന്മാരുള്ളത്. എനിക്ക് സാറിനോട് പേഴ്സണൽ ആയിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. എന്താണ് കാര്യം? ഉത്തമം നടന്നേ, ഇത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. സാർ വന്നേ. അതായത് എന്താണ്? വീട്ടിൽ നിന്ന് ഭയങ്കരമായിട്ട് നിർബന്ധിക്കുന്നു. എന്തിന്? ഞാൻ പെണ്ണ് കെട്ടണത്രേ. പെണ്ണ് കിട്ടാനോ? അയ്യേ, തനിക്കൊരു ബ്രൈറ്റ് പൊളിറ്റിക്കൽ ഫ്യൂച്ചർ ഞാൻ കാണുന്നുണ്ട്. ഭാര്യയും കുടുംബമൊക്കെ അതിന് തടസ്സാണ്. അച്ഛൻ ഒരേ പിടിപിടിക്കാണ്. കോട്ടപ്പള്ളി, പാർട്ടിക്ക് ഇന്ന് ആവശ്യം കെട്ടുപാടുകളും മറ്റുത്തരവാദിത്തങ്ങളും ഇല്ലാത്ത ഒരു നേതൃനിരയാണ്. പ്രകൃതി നിയമങ്ങൾക്ക് കുറച്ചൊക്കെ നമ്മൾ വഴങ്ങേണ്ടതല്ലേ? വഴങ്ങരുത്. ലൗകികമായ തൃഷ്ണകളെ നമ്മൾ അതിജീവിക്കണം. മാനവരാശിയുടെ നിലനിൽപ്പ് തന്നെ കുടുംബം എന്ന എസ്റ്റാബ്ലിഷ്മെന്റിലല്ലേ? വിഡ്ഢിത്തം. എല്ലാ എസ്റ്റാബ്ലിഷ്മെന്റുകൾക്കും എതിരെയാണ് നമ്മുടെ യുദ്ധം. ഭാര്യ ഉണ്ടാവുക, കുഞ്ഞുണ്ടാവുക, അതൊക്കെ നമ്മുടെ മനസ്സിൽ സ്നേഹത്തിന്റെ വിത്ത് മുളപ്പിക്കുമെന്ന് എവിടെയോ വായിച്ചിട്ടുണ്ട്. അത് വരട്ട് തത്വവാദമാണ്. സഹജീവികളെ, തൊഴിലാളി വർഗത്തെ സ്നേഹിക്കാൻ ശീലിക്കുക. തുറന്നു പറയാം, അടിസ്ഥാനപരമായി നമ്മുടെ പാർട്ടിക്ക് കല്യാണം ഇഷ്ടമല്ല. അപ്പൊ സാറ് കല്യാണം കഴിച്ചതോ? അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. എന്നാ പിന്നെ ഇപ്പൊ ഭാര്യ ഉപേക്ഷിക്കരുതോ? തന്റെ കാര്യമാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത്. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. ദൈവമില്ല, അമ്പലമില്ല എന്നൊക്കെ വിളിച്ചു പോകും. എന്നിട്ട് ആരും കാണാതെ തലയിൽ മുണ്ടും പോയിച്ച് ദൈവത്തെ തൊഴാൻ പോകും. ആര്? സാറ് തന്നെ. തൃച്ചമ്പടി അമ്പലത്തിൽ എന്നും കാലത്ത് സാറ് തൊഴാൻ പോകുന്നത് ഞാൻ കാണാറുണ്ട്. താനിതെങ്ങനെ കണ്ടു? ഞാനൊരു രഹസ്യമായിട്ട് തൊഴാൻ പോകാറുണ്ട്. എന്നാലേ ഇത് തൽക്കാലം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി. താൻ വേണേ കല്യാണം കഴിച്ചോളാം. പക്ഷെ ഒരു കാര്യത്തെ തനിക്ക് നിർബന്ധം വേണം. എന്ത്? നമ്മുടെ പാർട്ടി നയങ്ങളെയും ആദർശങ്ങളെയും ബഹുമാനിക്കുന്ന ഒരു പെൺകുട്ടിയെ വേണം കല്യാണം കഴിക്കാൻ. അത് 100% ഞാൻ ഉറപ്പ് വരുന്നു. എന്നാ താങ്ക് യു. ശരിക്കും നോക്കിക്കോളൂ. അപ്പൊ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, പാർട്ടിക്കാര് മിണ്ടരുത്, വക്കീലാണ്, കോടതി പോകും നോക്കിയാ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നുണ പറയേണ്ട കാര്യമൊന്നും എനിക്കില്ല. എന്താ? ഒന്നുമില്ല, ചില കോടതി കാര്യങ്ങൾ പറയായിരുന്നു. അല്ല, റവല്യൂഷണറി ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഒരു ബുദ്ധിജീവിയാണ് ഞാൻ. ഒരു തമാശക്ക് സൈഡായിട്ട് ഉണ്ട്. തമാശക്കോ? പാർട്ടി എന്റെ ജീവാത്മാവും പരമാത്മാവുമാണ്. എനിക്ക് പെൺകുട്ടിയോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ മോചനത്തിന് വേണ്ടി തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറുണ്ടോ? പറയൂ. വേണ്ട, ഞാൻ തയ്യാറെടുപ്പിച്ചോളാം. കുട്ടിയുടെ സാമൂഹ്യ ബോധം എനിക്കൊന്ന് പരിശോധിക്കണം.
ബൂർഷാസി കംസ് എലിവ് എന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഡൗൺ ട്രോഡൻ എ ക്വസ്റ്റ്യൻ മാർക്ക്, അഡിൽ സക്സലിയുടെ പുസ്തകം? അതുമല്ലെങ്കിൽ ദാസ് ക്യാപിറ്റൽ? എന്താ വായനാശീലം ഇല്ലേ? അതൊക്കെയുണ്ട്. മംഗളം വാരികയിലും മനോരമയിലും വരുന്ന മിക്ക നോവലുകളും ഇവിടെ ഞങ്ങൾ എല്ലാവരും വായിക്കാറുണ്ട്. അത്രേ ഉള്ളൂ. ശരി, വായിച്ച നോവലുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നോവൽ ഏതാണ്? ഏതാ മോളെ? അത് ഏതായാലും പറഞ്ഞേക്ക്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് മനോരമയിലെ ഹവ ബീച്ച്. ഹവാ ബീച്ചോ? അതെന്ത് ബീച്ചാണ്? അതേതെങ്കിലും ഫോറിൻ ബീച്ച് ആയിരിക്കും. കോട്ടയം പുഷ്പനാഥനെയും മാത്യു മറ്റത്തിനെയും മോൾക്ക് വലിയ ഇഷ്ടാ. ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത് സാരമില്ല. എനിക്ക് ചില നിബന്ധനകൾ മുമ്പോട്ട് വെക്കാനുണ്ട്. കല്യാണത്തിന് ആർഭാടങ്ങളൊന്നും പാടില്ല. ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ വെച്ച് വളരെ ലളിതമായ ഒരു ചടങ്ങ്. ഞാനൊരു രക്തഹാരം അങ്ങോട്ടണിയിക്കും, കുട്ടി ഒരു രക്തഹാരം ഇങ്ങോട്ടണിയിക്കും. അതിനുശേഷം അരമണിക്കൂർ നേരം ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ ഞങ്ങളുടെ പാർട്ടി സൂക്തങ്ങൾ ഉറക്കെ ചൊല്ലും. പിന്നെ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം. ചടങ്ങ് തീർന്നു. ഞാൻ അധികവും അണ്ടർഗ്രൗണ്ടിലായിരിക്കും, ഒളിവിൽ. ശ്രീമാൻ തോപ്പിൽ ഭാസിയുടെ ഒളിവിലെ ഓർമ്മകൾ വായിച്ചിട്ടില്ലേ? അതുപോലൊരു ജീവിതമായിരിക്കും മിക്കപ്പോഴും. NSP ഞങ്ങളെ വേട്ടയാടുകയാണല്ലോ. ചിലപ്പോൾ ലോക്കപ്പിലോ ജയിലിലോ ആയെന്ന് വരാം. ഒരു വിപ്ലവകാരിയുടെ ഭാര്യ എന്തും സഹിക്കാൻ പ്രാപ്തയായിരിക്കണം. ചിലപ്പോൾ കുട്ടി വെടിയുണ്ടകൾ നേരിടേണ്ടി വന്നേക്കാം. അപ്പോൾ വിരിമാർ കാണിച്ചു കൊടുക്കേണ്ടി വരും. മോൾ അകത്തേക്ക് വെക്കോ. അച്ഛനേരം നീ വന്നേ. താനൊരു ഭ്രാന്തനെയാണോ എന്റെ മോക്ക് ഭർത്താവായി കൊണ്ടുവന്നിരിക്കുന്നത്? എന്നോട് ക്ഷമിക്കണം, ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. എത്രയും പെട്ടെന്ന് അവനെ പിടിച്ചോണ്ട് പോയില്ലെങ്കിൽ നല്ല ചുട്ട അടി കിട്ടും. പറഞ്ഞു. അയ്യോ വേണ്ട വേണ്ട, ഇപ്പൊ പോയേക്കാം. എന്നിട്ടേ പോവാം. എന്റെ നിർദ്ദേശങ്ങളുടെ പ്രതികരണം പറഞ്ഞില്ല. പ്രതികരണം അറിയാൻ കാത്തു നിന്നാൽ കുഴപ്പം ചെയ്യും. അല്ലെ, എന്നാലും എണീക്കാനല്ലേ പറഞ്ഞത്? അതൊക്കെ പോണ വഴിക്ക് പറഞ്ഞുതരാം. ഇനി ഇവിടെ നിൽക്കണ്ട. അതിൽ വലിയ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. കല്യാണത്തിന് മുമ്പ് എല്ലാം തുറന്ന് പറയുന്നല്ലേ നല്ലത്. ഇതാണോ തുറന്നു പറയല്? വെടിവെപ്പ് ഉണ്ടാവും, ജയിലിൽ കിടക്കുന്നൊക്കെ പറഞ്ഞപ്പോ ആ പെണ്ണും തന്തയും പേടിച്ചു പോയി. ആ തന്തനെ തല്ലില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഈ വക നാറിയ പരിപാടിക്ക് മേലാ രാഘവട്ടനെ അയക്കരുത്. അങ്ങനെ പറഞ്ഞാൽ എനിക്ക് പറ്റില്ല തന്നെ. രണ്ടാൾക്കും വാചകടി വളരെ കൂടുതലാച്ചാ. ഏത് രണ്ടാൾക്കും? പ്രഭേട്ടനും പ്രകാശേട്ടനും. വാചകടി മാത്രമേ ഉള്ളൂ, അതല്ലേ കഷ്ടം. ഏട്ടന്മാരെ കുറിച്ച് ഇങ്ങനൊന്നും പറയരുത് മോളെ. എങ്ങനെയാച്ചാ പറയാതിരിക്കാ? ഇന്നാള് പ്രഭേട്ടൻ എന്നോട് പറയാ RDPയുടെ ജാഥയിൽ മുദ്രാവാക്യം വിളിച്ച് നടക്കാൻ. വയ്യെന്ന് പറഞ്ഞപ്പോ എന്നെ തല്ലാൻ വരുവാന്നേ. അവിടെയാ? അതൊക്കെ പോട്ടെ, ഞാൻ കളയ്ക്കാം. ഇങ്ങോട്ട് തരൂ. വിത്ത് എവിടുന്ന രാഘവട്ടാ? പാനം സൂക്ഷിച്ചു വെച്ചിരുന്ന. ഇതൊക്കെ കൃഷി വകുപ്പിന് മേടിക്കണം നല്ലത്. രാഘവട്ടാ, കൃഷി വകുപ്പിൽ മിടുക്കനായ ഒരു ഉദ്യോഗസ്ഥനുണ്ട്. ഇവിടെ എന്തൊക്കെ കൃഷി ചെയ്യാൻ പറ്റുമെന്ന് മൂപ്പരോടും ചോദിച്ചു നോക്കാം. ഇത്തിരി ചൂടനാണെങ്കിലും കൃഷി എന്ന് പറഞ്ഞാൽ മരിക്കും. ഭയങ്കര ആത്മാർത്ഥയാ. കണ്ടില്ലേ, വളമല്ലത്, കീടനാശിനിയാണ്. കടക്കലല്ല, ഇലകളിൽ വേണം അടിക്കാൻ. അടിച്ചോളൂ. പൗഡർ മിൽസ് ആണ് രോഗം. കരാത്തേൻ 1 ലിറ്റർ വെള്ളത്തിൽ 1 ഗ്രാം കലക്കി അടിക്കണം. ഇലചുരുട്ടി പുഴുവാണെങ്കിൽ സൈത്യോൺ 10% CP ചാരവും ചേർത്ത് വെതറിയാൻ മതി. കീടനാശിനികൾ തന്നെ ആവശ്യമില്ലാത്ത ഇനങ്ങളുണ്ടായിരുന്നു. പൂസ സവാനി. എന്താ അവന്റെ പ്രതിരോധ ശക്തി! അച്ഛനാർക്ക് ഞാൻ ഒരിക്കൽ തന്നിട്ടില്ലേ വിത്ത്? തന്നു. നിങ്ങളിപ്പോ പൊയ്ക്കോ, സമയം പോലെ ഞാനങ്ങ് വന്നേക്കാം. ഈ മനുഷ്യൻ മരുന്നടിക്കാൻ അറിയില്ല. സോയിൽ ടെസ്റ്റ് ഉദയവാനോ പ്രശ്നമല്ല, ലാവിലേക്കേണ്ട കാര്യമില്ല. ഒരു പിടി മണ്ണ് വാരി ഒറ്റ നോട്ടത്തിൽ ഞാൻ പറയും ക്ഷാരമാണോ, അമ്ലത്തുണ്ടോ, വെള്ളക്കെട്ടുണ്ടോ, നൈട്രജൻ ശതമാനം എത്രന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം എങ്ങനെ വളം ചെയ്യണമെന്ന്. മണ്ണ് ലാബിൽ വെച്ചാ അവിടെ ഉള്ളത് എന്താ? യന്ത്രങ്ങൾക്ക് തെറ്റുപറ്റാം, പക്ഷെ എനിക്ക് തെറ്റുപറ്റില്ല. ഇപ്പൊ ലാബുകാർ തന്നെ അവരുടെ യന്ത്രങ്ങൾ തകരാറിലാകുമ്പോ മണ്ണിന്റെ സാമ്പിൾ എന്റെ അടുത്തേക്ക് അയക്കാം. ഞാൻ മിനിറ്റ് വെച്ച് പരിശോധിച്ച് റിസൾട്ട് അയച്ചു കൊടുക്കും. ഡിപ്പാർട്ട്മെന്റിന് തന്നെ എന്നെ പേടിയാ. മണ്ണുദയ ഭാനു എന്നാണ് അവർ സ്വകാര്യമായിട്ട് എന്നെ കളിയാക്കി വിളിക്കുന്നത്. എനിക്കത് കേൾക്കുമ്പോൾ ഉള്ളി സന്തോഷ. മണ്ണുദയ ഭാനു കൊള്ളല്ലേ? അപ്പൊ ശരി, പറഞ്ഞ പോലെ. ഭയങ്കരമായ ആള്. വെറും ഭയങ്കരനല്ല, ഭയഭയങ്കരമായ ആള്. എത്ര മണിക്കാ വണ്ടി? 10:45. അകത്തൊന്നും നേരാൻ വണ്ണം വൃത്തിയാക്കാൻ പറ്റിയിട്ടില്ല. അതൊന്നും കുഴപ്പമില്ല. ഞങ്ങളെ ആരും മറക്കാതിരുന്നേച്ചാ മതി. അത് കൊള്ളാം. ചിലപ്പോ ഉടനെ തന്നെ ഇങ്ങോട്ട് സ്ഥലം മാറ്റം കാണും. അപ്പൊ ഈ വീട്ടിൽ തന്നെ വരുവേ. മക്കളെ ആന്റിയോടൊക്കെ ടാറ്റ പറ. വീട്ടു സാധനങ്ങളൊക്കെ അവിടെ എത്തിക്കാണോ അല്ലേ? എത്തിക്കാണും. ഇവരെ രണ്ടുപേരും കാസർഗോഡ് സ്കൂളിൽ ചേർത്തല്ലോ. ഇപ്പൊ തന്നെ ക്ലാസ് ഒരുപാട് പോയെന്നേ. ആനന്ദേട്ടൻ റെയിൽവേ സ്റ്റേഷനിൽ വരില്ലേ? പിന്നെ വരാണ്ട്. പോട്ടെ അമ്മൂട്ടി. ഞങ്ങൾക്ക് കാസർഗോഡ് വല്ലതും അറിയാവോ? കാസർഗോഡ് നിന്ന് പിന്നെ ഒരു 20 കിലോമീറ്റർ പോണോ അത്രേ. അയ്യോ, വർത്താനം പറഞ്ഞു നിന്ന് നേരം അങ്ങ് പോകും. കേറിയാട്ടെ. എന്താ? അയ്യോ, എന്റെ ജീവൻ പോയില്ലേ? എന്താന്ന്? നിങ്ങൾ സ്റ്റേഷനിലേക്ക് വിട്ടു കാണുമെന്ന് വിചാരിച്ച് മരണ സ്പീഡിലാണ് എന്നെ ഓട്ടോ വിട്ടത്. എന്നെ കാസർഗോഡ് പാറശാലയ്ക്ക് സ്ഥലം മാറ്റി. എന്റെ ഈശ്വരാ, ഇത്രയും പെട്ടെന്ന് പിന്നെ ഒരു സ്ഥലം മാറ്റോ? അനുഭവിക്കണ്ടൊക്കെ അനുഭവിച്ചല്ലേ പറ്റൂ നാരായണ. അയ്യോ ആനന്ദേട്ടാ, നമ്മുടെ വീട്ടു സാധനങ്ങളൊക്കെ ലോറി കയറ്റി അങ്ങോട്ട് അയച്ചല്ലോ. എങ്ങോട്ട്? കാസർഗോട്ടേക്ക്. തൊലച്ചു.
അതൊക്കെ പിന്നെ അയച്ചാ പോരായിരുന്നു. പിള്ളേരുടെ ടി സി വാങ്ങണ്ടേ? അതെ, അവിടുന്ന് ടി സി വാങ്ങണം, പാഠശാലയിൽ സീറ്റ് ഒപ്പിക്കണം, താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം. അയ്യോ, എനിക്ക് ഭ്രാന്തായി പോകും. ഈ രാഷ്ട്രീയക്കാർ എന്നിട്ട് ഫുട്ബോൾ കളിക്കുക. ഈ മുടിഞ്ഞ രാഷ്ട്രീയക്കാരുടെ തലയിൽ ഇടുക്കി വീഴട്ടെ. ഈ തല പിടിച്ചോ. നീ പോയിട്ട് കടത്തല വിട്ട് അന്ന് കടത്തലോട്ട് എടുത്തോ, മെല്ലെ എടുത്തോ. ചേട്ടാ അങ്ങേറ്റത്ത് അങ്ങേറ്റത്ത് എന്താ പ്രകാശം ഇത്? ഈ ഓല വിട്ട് എന്താ ഇത്? നായർക്ക് ഭാഗ്യം ഓരോന്നോരോന്നായിട്ട് അങ്ങനെ വന്നോണ്ടിരിക്കുക. തിരുവനന്തപുരത്ത് പാർട്ടി പ്ലീനം നടക്കാൻ പോകുന്ന കാര്യം അറിയാലോ. കമുക് വെട്ടി എന്തിനാ ചോദിച്ച? കൊലച്ച കമുകല്ലേ ഇത്? നിങ്ങൾ ഇതിനെ വെറും ഒരു കവുങ്ങായിട്ടാണ് കാണുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഒരു കൊടിമരമാണ്. സംസ്ഥാന പ്ലീനത്തിന് INSPയുടെ വർണ്ണക്കൊടി വാരിപ്പറക്കാനുള്ള കൊടിമരം. ദേ, താൻ പോയിട്ട് ആ തലശ്ശേരിക്ക്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജനലക്ഷങ്ങളുടെ ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടായിരിക്കും ഈ കവുങ്ങിന്റെ യാത്ര. ഇത് കൊടിമര ജാഥ എന്ന് പറയും. അപ്പോഴേ ഈ അടക്കമൊക്കെ പോകുന്ന പ്രത്യേകമായിട്ട് ഓഫീസിൽ കൊണ്ടേക്കും. ഈ പവിത്രമായ കവുങ്ങ് നാഗരവർമ്മന് വെട്ടാൻ സാധിച്ച് ഒരു ഭാഗ്യമായി കരുതിക്കോളും. എത്ര വർഷം കൊണ്ടാ ഇത് വളർന്ന് ഇത്രയായത്? ഒരു നിമിഷം കൊണ്ട് ഇതിന്റെ കടയ്ക്ക് കത്തിവെക്കാൻ നിനക്ക് എങ്ങനെ തോന്നിയടാ? അച്ഛാ, നമുക്ക് നഷ്ടപ്പെടുന്നത് വെറും ഒരു കവുങ്ങ, കിട്ടാനുള്ളത് പുതിയൊരു ഇന്ത്യയും. അതെ, ഒരേ ഒരു ഇന്ത്യ ഒരൊറ്റ ജനത, അതാണ് നമ്മുടെ മുദ്രാവാക്യം. ഒരേ ഒരു ഇന്ത്യ ഒരൊറ്റ ജനത, അതാണ് നമ്മുടെ മുദ്രാവാക്യം. കൈവിടലായിട്ട് കാലുമിലേക്ക് വീഴും. പോട്ടെ പോട്ടെ. എന്താ ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഓ, എന്ത് വിശേഷം പ്രകാശ. പിള്ളേർ രണ്ടുപേരും കൊച്ചുമാമനെ കാണണം എന്ന് പറഞ്ഞ ഒരേ കരച്ചില് അല്ലേ? ഉടനെ വന്നേക്കണം. അതിൽ ആർക്കും ക്ഷീണം പറ്റാ ക്യാരക്ടർ പിടിക്കണ്ടേ? വിട്ടോ, ഞാൻ വന്നേക്കാം. ഇപ്പൊ സന്തോഷമായല്ലോ രണ്ടാൾക്കും. ഇനി ഓടിച്ചെന്ന് കൊച്ചുമാവനൊരു ഉമ്മ ഉമ്മയൊക്കെ പിന്നെ ചേച്ചി ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ. ഞാൻ പോയിട്ട് പെട്ടെന്ന് വന്നേക്കാം. അവിടെ നിക്കന്റെ മോനെ, നിന്നെ ചേച്ചി കൊതിതീരെ ഒന്ന് കാണട്ടെ. അയ്യേ, നീ വല്ലാതെ അങ്ങ് കറുത്തു പോയല്ലോ, ക്ഷീണിക്കുകയും ചെയ്തു. ദേ നോക്കിയേ, നിന്റെ എല്ലാം ഒക്കെ വെളിയിൽ കാണാം. അമ്മ എന്താ നിനക്ക് ശരിക്കും ഭക്ഷണം ഒന്നും തരുന്നില്ലേ? ഈ അമ്മയുടെ ഒരു കാര്യം, എപ്പോ നോക്കിയാലും ഒരു സാമ്പാറും തരും ചാവണ വരെ ഇനി അത് മാറില്ല. നീ അങ്ങോട്ട് വാ, ചേച്ചി നിനക്ക് ഇറച്ചി മീനും ഒക്കെ വെച്ച് ചോറ് തരാം. അതിനൊക്കെ സമയമുണ്ടല്ലോ ചേച്ചി. അല്ല, ചേച്ചി കാസർഗോഡ് പോയില്ലേ? ഓ, അതൊന്നും പറയണ്ട എന്റെ മോനെ. ആനന്ദേട്ടൻ കാസർഗോഡ് എന്ന് ചാർജ് എടുത്ത് 4 ദിവസം കഴിയണേന് മുമ്പേ ദേ പാറശാലയ്ക്ക് തട്ടി. ഓഹോ, കൊച്ചുകൊണ്ട ഒന്നും അറിയാത്ത പോലെ. എന്തിനാടാ നീ നിന്റെ പെങ്ങളെ അളിയനെ ഇങ്ങനിട്ട് കഷ്ടപ്പെടുത്തുന്നേ? ആര്, ഞാനോ? നീ അല്ലെങ്കിൽ നിന്റെ പാർട്ടി. എടാ, ആനന്ദേട്ടനെ ഈ നാട്ടിൽ തന്നെ പോസ്റ്റ് ചെയ്യിക്കടാ. ചേച്ചി, അതൊന്നും ഞാൻ വിചാരിച്ച നടക്കില്ല. ഇപ്പൊ അങ്ങോട്ട് പോയി ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ് ചേച്ചി ശ്രദ്ധിച്ചോ? മിസ്റ്റർ KG പൊതുവാൾജിയുടെ മുന്നോട്ട് നിന്ന് പള്ളി ചേച്ചി കണ്ടില്ലേ? അത് വെപ്പ ആനന്ദേട്ടൻ ഇടിച്ചു തെറിപ്പിച്ചറിയോ? അതൊക്കെ ആനന്ദേട്ടന് പറ്റി മനസ്സിലായി. പൊതുവാൾജിയെ ചെന്ന് കണ്ട് മാപ്പ് പറയാൻ പറ. മാപ്പും കോപ്പും ഒക്കെ കൊറേ പറഞ്ഞു. ഇനിയും ഒരുപാട് പ്രാവശ്യം പറയേണ്ടി വരും. എടാ, നീ ചേച്ചിയെ സഹായിക്കില്ലേ? നടക്കില്ലേ ചേച്ചി? നീ ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ലടാ. ഇതാണ് പ്രശ്നം. എന്താ? കൊച്ചുമാമൻ ഉമ്മ മെലിഞ്ഞു പോയി, കറുത്തുപോയി, ഇറച്ചിയും മീനും എന്തെല്ലാം സ്നേഹപ്രകടനങ്ങളായിരുന്നു. അതേടാ, പ്രകടനം തന്നെയാ. കാര്യം കാണാൻ നിന്നെ പോലത്തെ കഴുതകളുടെ കാല് പിടിക്കേണ്ടി വന്നല്ല. എന്നേക്കാ നല്ലൊരു കഴുത അവിടെ ഉണ്ടല്ലോ. അളിയൻ ചെന്ന് പിടിക്കേ. ദേ, ഇപ്പൊ ഞാൻ ഇനി മറുപടി ഒന്നും പറയുന്നില്ല കേട്ടോ. ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ള കൊടിമര ജാഥ മാത്രമാണ്. അത് കഴിഞ്ഞിട്ട് കോപ്പറേറ്റീവ് ബാങ്ക്. അവര് ഭരിക്കുമ്പോ ബാങ്കുകൾ അവർ പിടിച്ചടക്കി. ഇനി നമ്മൾ ഭരിക്കുമ്പോ നമ്മൾ പിടിച്ചടക്കും. പോലീസിനെ കാവൽ നിർത്തി നമ്മൾ ആളുകളെ ബാങ്കിൽ നമ്മൾ തിരികെ കയറ്റും. എന്താ പോരെ? അത് ചെയ്തേ പറ്റൂ സാർ. ഏതോ KG പൊതുവാളിന് ആരെങ്കിലും കളി പഠിപ്പിക്കണം. ഈ 4 കാലിനാരും നീന്തം പഠിപ്പിക്കണം. അതിന്റെ ആവശ്യമില്ല. അവനാ ഞാൻ അടുത്ത സ്ഥലം മാറ്റി ആനന്ദൻ. അവൻ എന്തിനുള്ള പുറപ്പാടാണെന്ന് മനസ്സിലാവുന്നില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, എല്ലാവരും റൗണ്ടായിട്ട് എനിക്ക് ചുറ്റും നിന്ന് എനിക്ക് സെക്യൂരിറ്റി തരൂ. ബോംബും തോക്കൊക്കെ ഏത് പോലീസുകാരുടെ കയ്യിലും കാണും. ശരിയാ. ജീവൻ കളഞ്ഞു നിങ്ങൾ നിങ്ങളെ മണ്ഡലം പ്രസിഡന്റിനെ രക്ഷിക്കണം. എല്ലാവരും അപ്പുറം ചെയ്തിട്ടു, കുഴപ്പമില്ല. ഇനി എല്ലാവരും ഇതുപോലെ മുന്നോട്ട് നീങ്ങിയാട്ടെ. എന്തു വേണം? എന്നെ രക്ഷിക്കണം. ഇതിനു മുമ്പ് 3 തവണ അങ്ങയുടെ അടുത്ത് വന്ന് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് പാർട്ടി ജയിക്കാൻ പോണെന്ന് അറിഞ്ഞപ്പോ ആ നിമിഷം ഓടി വന്ന് മാപ്പ് പറഞ്ഞു. ജയിച്ചപ്പോ പിന്നെയും വന്ന് പറഞ്ഞു. മന്ത്രിസഭ രൂപീകരിച്ച് അപ്പോഴും വന്ന് പറഞ്ഞു. ഇപ്പൊ എനിക്ക് ട്രാൻസ്ഫറാ. അതെ, കേരളത്തിന്റെ വിരുമാറിലൂടെ നീ ഒരു ഗതി കിട്ടാപ്പേദം പോലെ ഒഴുകുന്നത് എനിക്ക് കാണണം. ഞങ്ങളുടെ പ്രവർത്തകൻ KRPയുടെ അളിയനായതുകൊണ്ട് മാത്രം തന്നെ ഞാൻ വെടിവെച്ചൊന്നില്ല. റാസ്കൽ. കണ്ണുകൊടും. സാറേ പൊന്നു സാറേ, മാറിഞ്ഞോട്ട്. സാറേ ഞാൻ കാല് പിടിക്കാം. ഓർമ്മയുണ്ടോ, അന്ന് ഞങ്ങൾ പ്രതിപക്ഷത്തായിരുന്നപ്പോ ഞാൻ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി സ്റ്റേഷനിൽ വന്നു. അന്ന് താൻ എന്നൊരു ചാമ്പി ഗെറ്റ് ഔട്ട് അടിച്ചത് ഓർമ്മയുണ്ടോ? ഇപ്പൊ ഞാൻ എന്നോട് പറയുന്നു ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട്.